Hi guys, welcome back to a new video. In this video, we will have a discussion of the lesson The Scholarship Jacket, written by Marta Salinas. 10th Standard English textbookile Marta Salinas എന്ന അമേരിക്കൻ റൈറ്റർ എഴുതിയ The Scholarship Jacket എന്ന മനോഹരമായിട്ടുള്ള സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Let us see the profile of Marta Salinas. Marta Salinas was born in 1949, is a native of Coalinga, California. She graduated in creative writing from the University of California at Irvine. The Scholarship Jacket is one of the several short stories Salinas has published in journals and collections. 1949 കാലിഫോർണിയയിലെ കോളിംഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാർത്ത സലിനാസ് ജനിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നും ക്രിയേറ്റീവ് റൈറ്റിംഗിലാണ് മാർത്ത സലിനാസ് ബിരുദം നേടിയിട്ടുള്ളത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് മാർത്ത സലിനാസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. Now let us read the introduction of the story. സ്റ്റോറിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം. An award is a mark of recognition given in honor of one's excellence in a certain field. Do you dream of getting such awards? If so, what stands in the way of your dreams? ഒരാളുടെ പ്രവർത്തന മേഖലയിൽ അയാൾ കാഴ്ചവെക്കുന്ന അയാളുടെ കഴിവിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് ഏതൊരു അവാർഡും. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും അത്തരത്തിലുള്ള അവാർഡ് ലഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിനിടയ്ക്ക് നിൽക്കുന്ന തടസ്സം എന്താണത്? Here in this story, the narrator speaks about the obstacles she had to encounter to make her dream come true. ഈ ഒരു സ്റ്റോറിയിൽ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതൊരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നേട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കണം. സോ ഈ സ്റ്റോറിക്കകത്ത് ഇതിൽ നറേറ്ററായിട്ടുള്ള മാർത്ത സലിനാസ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ആ ഡ്രീം പൂർത്തീകരിക്കാൻ വേണ്ടി അവർക്ക് മുമ്പിലുണ്ടായിരുന്ന തടസ്സങ്ങളെ എത്തരത്തിൽ നേരിട്ടിട്ടാണ് അവരുടെ ആ ഡ്രീമിലോട്ട് എത്തിച്ചേരുന്നത് എന്നതാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയിലൂടെ മാർത്ത സലിനാസ് പങ്കുവെക്കുന്നത്. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. The scholarship jacket had a big gold yes on the left front side and your name written in gold letters on the pocket. So Martha says she was a student in Texas school. Marta Salinas പഠിച്ചിരുന്ന സ്കൂളിന്റെ പേരാണ് ടെക്സാസ് സ്കൂൾ and she was a student there and she says there was a tradition carried out every year during the 8th grade graduation. What's the meaning of tradition? Tradition means a commonly held system. അതായത് പരമ്പരാഗതമായിട്ടുള്ള ആചാരം, ചടങ്ങ്, പാരമ്പര്യം എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. സോ ടെക്സാസ് സ്കൂളിൽ എന്ത് ട്രഡീഷൻ ഉണ്ടായിരുന്നത്? There was a tradition that every year during the 8th grade graduation, ടെക്സാസ് സ്കൂളിൽ 8th ഗ്രേഡ് പാസ്സാവുന്ന കുട്ടികൾക്ക് അവിടെ ഒരു ട്രഡീഷണൽ ആയിട്ടൊരു കാര്യം നടത്തി വന്നിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. A beautiful gold and green jacket was awarded to the class valedictorian. ക്ലാസ്സിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യാർത്ഥി, ദാറ്റ് ഈസ് ക്ലാസ് വാലഡിക്ടോറിയൻ. ആ ക്ലാസ് വാലഡിക്ടോറിയൻ എന്ത് നൽകാറുണ്ടായിരുന്നു? എ ജാക്കറ്റ്, എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് വാസ് അവാർഡഡ്. അതിമനോഹരമായിട്ടുള്ള ഗോൾഡൻ ആൻഡ് ഗ്രീൻ കളർ ആയിട്ടുള്ളൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ജാക്കറ്റ് നൽകുന്ന ഒരു സമ്പ്രദായം, ഒരു പാരമ്പര്യം ടെക്സാസ് സ്കൂളിൽ ഉണ്ടായിരുന്നു. ദ സ്റ്റുഡൻറ് ഹു ഹാഡ് മെയിൻറ്റെയിൻഡ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. That is called class valedictorian. 8 വർഷമായിട്ട് ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡ് നേടിയിട്ടുള്ള വിദ്യാർത്ഥിക്കാണ് ഈ അവാർഡ് നൽകി വരുന്നിരുന്നത്. The scholarship jacket had a big gold yes on the left front side. ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഗോൾഡൻ കളറിൽ യെസ് എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. എസ് symbolizes scholarship jacket and your name written in gold letters on the pocket. ഈ ഗോൾഡൻ കളറിൽ യെസ് എന്നത് കൂടാതെ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുന്ന കുട്ടിയുടെ പേരും ഗോൾഡൻ കളറിൽ പോക്കറ്റിന് മുകളിൽ എഴുതിയിട്ടാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ള അവാർഡ് ആ കുട്ടിക്ക് കൊടുക്കാറ്. My older sister Rosie had won the jacket a few years back and I fully expected to also. I was 14 and in the 8th grade. I had been a straight A student since the first grade and this last year had looked forward very much to owning that jacket.
My father was a farm laborer who couldn't earn enough money to feed 8 children. So when I was 6, I was given to my grandparents to raise. Marta says her elder sister Rosie had won the jacket a few years back. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മൂത്ത സഹോദരിയായിരുന്ന റോസി എന്ന് പറയുന്ന പെൺകുട്ടി ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയിട്ടുണ്ട്. അവരും അതേ സ്കൂളിലാണ്, ടെക്സാസ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അവരും ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയ ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ടു ഓൾസോ, ഞാനും ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയിലാണുള്ളത്. ഐ വാസ് 14 ആൻഡ് ദ 8th grade. എനിക്ക് 14 വയസ്സായി. ഞാനിപ്പോൾ 8th grade പഠിക്കുന്നത്. I had been a straight A student since the 1st grade and this last year had looked forward very much to earning that jacket. 1st grade മുതൽ ഞാൻ A grade സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വർഷം, ഈ അവസാനത്തെ വർഷം, ഈ 8th ഇയറിലും ഞാൻ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ ഹൂ കുഡിൻ ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 children. എൻ്റെ അച്ഛൻ ഒരു ഫാം ലേബറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുണ്ടായ 8 കുട്ടികളെയും പോറ്റാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രയാസമായത് കാരണം. സോ വെൻ ഐ വാസ് 6 years ഐ വാസ് ഗിവൻ ടു മൈ ഗ്രാൻഡ് പാരൻസ് ടു റേസ്. എനിക്ക് 6 വയസ്സായപ്പോൾ എൻ്റെ പാരൻസ് എന്നെ നോക്കാൻ വേണ്ടി എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിക്കാനുണ്ടായത്. We couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. So even though our family was quite agile and athletic, there would never be a school sports jacket for us. This one, the scholarship jacket, was our only chance. Martha says that she couldn't participate in sports at school. മാർത്ത പറയാണ്, സ്പോർട്സിൽ അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല. വൈ? ബിക്കോസ് ദർ വർ രജിസ്ട്രേഷൻ ഫീസ്, യൂണിഫോം കോഴ്സ് ആൻഡ് ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ. സ്പോർട്സിൽ ചേരുകയാണെങ്കിൽ ഒരുപാട് കാശിന് ചിലവാണ്. രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം, അതുപോലെ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള യൂണിഫോമിന് വേണ്ടിയിട്ട് വേറെ ചിലവ്, അതുകൂടാതെ ടൗണിൽ നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലിട്ട് ട്രിപ്പ് ഉണ്ടാവും. അതിനൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. മാർത്തയുടെ പാരൻസ് വളരെ പുവർ ആയിട്ടുള്ളത് കാരണം മാർത്തയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് മാർത്ത ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ചിലവുകളൊന്നും താങ്ങാൻ സാധിക്കുന്നതായിരുന്നില്ല. സോ ഈവൻ ദോ അവർ ഫാമിലി വാസ് ക്വൈറ്റ് അജൈൽ ആൻഡ് അത്ലറ്റിക്, there would never be a school sports jacket for us. ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളെല്ലാവരും quite agile and athletic ആയിരുന്നു. What is agile? Agile means able to move easily and quickly. വളരെയധികം ചുറുചുറുക്കുള്ള എന്നൊക്കെയാണ് agile പറഞ്ഞ അർത്ഥം. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും വളരെ agile ആയിട്ടുള്ള ആളുകളായിരുന്നു. ആൻഡ് athletic, നല്ല athletic physical ആളുകളായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും there would never be a school sports jacket for us. Even though I was agile and athletic, I could never own a school sports jacket. Why? Because she says she was very poor. So this one, the scholarship jacket, was our only chance. അതുകൊണ്ട് ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അത് മാത്രമായിരുന്നു എൻ്റെ ഒരേ ഒരു ചാൻസ്. എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കാനും എനിക്ക് ഒരു അംഗീകാരം ലഭിക്കാനും വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുക എന്നത് മാത്രമാണ് എൻ്റെ ഒരേ ഒരു നടക്കുന്ന സ്വപ്നം എന്ന് മാർത്ത സ്വയം ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. കാരണം മാർത്ത വളരെ പുവറായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പോർട്സ് ജാക്കറ്റ് അവൾക്ക് ലഭിക്കില്ല എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കാൻ വേണ്ടി അവൾ അത്രയും ആഗ്രഹിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. In May, close to graduation, spring fever had struck as usual with a vengeance. No one paid any attention in class. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. മെയ് മാസത്തോട് അടുത്തപ്പോൾ ഞങ്ങളുടെ 8ാം ക്ലാസ് കഴിയാൻ വേണ്ടി പോവുകയാണ്. At that time, spring fever had struck as usual with a vengeance. ആ സമയത്ത് എല്ലാവർക്കും സ്പ്രിംഗ് ഫീവർ പിടിപെട്ടു. കാലാവസ്ഥാ വ്യതിയാനം മൂലം വന്നിട്ടുള്ള ഫീവറാണ് സ്പ്രിംഗ് ഫീവർ. So, spring fever had struck as usual with a vengeance. With a vengeance is an idiom which means vigorously, means very strong. വളരെ ശക്തമായിട്ട് സ്പ്രിംഗ് ഫീവർ ഞങ്ങളെല്ലാവരെയും ബാധിച്ചു എന്നാണ് മാർത്ത സലിനാസ് പറയുന്നത്. No one paid any attention in class. ആരും തന്നെ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. Instead, we stared out of the windows. അതിന് പകരം ഞങ്ങൾ വിൻഡോസിലൂടെ പുറത്തോട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. And at each other. പലപ്പോഴും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ. സ്കൂളിൻ്റെ അവസാനത്തെ കുറച്ച് ദിനങ്ങളായിരുന്നു അത്. ആ വീക്സ് എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു.
I despaired every time I looked in the mirror. Pencil thin, not a curve anywhere. I was called Bean Paul and String Bean, and I knew that's what I looked like. Martha says she was despaired every time she looked in the mirror. കണ്ണാടിയിലൊക്കെ എപ്പോഴൊക്കെ നോക്കാറുണ്ട്, അപ്പോഴൊക്കെ ഞാൻ വല്ലാതെ ഡെസ്പെയർഡ് ആയിരുന്നു. മീൻസ് ഐ വാസ് ഡിസപ്പോയിന്റഡ്. എനിക്ക് വല്ലാത്ത നിരാശ തോന്നിയിരുന്നു. വൈ? ബിക്കോസ് ഷി വാസ് വെരി തിൻ. അവൾ വളരെയധികം മെലിഞ്ഞിട്ടായിരുന്നു. ഷി വാസ് പെൻസിൽ തിൻ. ഒരു പെൻസിൽ പോലെ മെലിഞ്ഞിട്ടായിരുന്നു മാർത്ത. നോട്ട് എ കർവ് എനിവേർ. മീൻസ് ബോഡി ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ നന്നേയധികം മെലിഞ്ഞൊരു പെൻസിൽ പോലെയായിരുന്നു മാർത്ത സലിനാസ്. I was called Bean Paul and String Bean, and I knew that's what I looked like. എന്നെ എൻ്റെ കൂട്ടുകാർ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന പേരുകൾ ബീൻ പോൾ, അതുപോലെ സ്ട്രിങ് ബീൻ എന്നൊക്കെയായിരുന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കാണാനായിട്ടെന്ന്. What is the meaning of bean pole? Bean pole means a stick for supporting bean plants. ബീൻസ് ചെടികൾ വളരാൻ വേണ്ടി അവയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റിക്ക്, വടിക്കാണ് ബീൻ പോൾ എന്ന് പറയുക. സ്ട്രിങ് ബീൻ ഈസ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ബീൻസ്. വളരെ നീണ്ടു മെലിഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ബീൻസിനെയാണ് സ്ട്രിങ് ബീൻ എന്ന് പറയുക. സോ വളരെ മെലിഞ്ഞിരിക്കുന്നത് കാരണം മാർത്തയുടെ ഫ്രണ്ട്സ് മാർത്തയെ കളിയാക്കിക്കൊണ്ട് ബീൻ പോൾ, സ്ട്രിങ് ബീൻ എന്നൊക്കെയുള്ള നിക്ക് നെയിമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. That really wasn't much for a 14-year-old to work with, I thought, as I absent-mindedly wandered from my history class to the gym. എന്തായാലും 14 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇതത്ര വലിയൊരു പ്രശ്നമായിരുന്നില്ല. സോ ഐ വാസ് ആബ്സെന്റ്-മൈൻഡഡ്ലി വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ദ ജിം. എൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നും ഞാൻ ജിമ്മിലോട്ട്. ജിം മീൻസ് ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡിലോട്ട് ഞാൻ നടന്നു പോകുന്നു. ആബ്സെന്റ്-മൈൻഡഡ്ലി, വളരെ ശ്രദ്ധയില്ലാതെ അലസമായിക്കൊണ്ട് ഞാൻ ആ ജിമ്മിലോട്ട് നടന്നു പോകുന്നു. Another hour of sweating in basketball and displaying my toothpick legs was coming up. Martha says it was another hour of sweating in basketball. ഇനി ഒരു മണിക്കൂർ ബാസ്കറ്റ്ബോൾ കളിച്ച് നന്നായിട്ട് വേർക്കാൻ പോകുന്ന പീരീഡാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ്. ഡിസ്പ്ലേയിങ് മൈ ടൂത്ത്പിക്ക് ലെഗ്സ് വാസ് കമ്മിങ് അപ്പ്. ടൂത്ത്പിക്ക് പോലെ മിനിറ്റുള്ള കാലുകൾ പ്രദർശിപ്പിക്കേണ്ടിയും വരും. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ PE ഷോർട്സ് എൻ്റെ ബാഗിൽ ഡെസ്കിനടിയിലായിട്ട് അവിടെ വെച്ച് മറന്നുപോയിട്ടുണ്ട്. I had to walk all the way back and get them. ഇനി ഈ ജിമ്മിൽ നിന്നും നടന്ന് അവിടെ പോയിട്ട് വേണം എനിക്ക് എൻ്റെ PE ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. Coach Thompson was a real bear if someone wasn't dressed for PE. ഞങ്ങളെ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുന്ന കോച്ചായിട്ടുള്ള തോംസൺ PE ഷോർട്സ് ധരിക്കാതെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഷീ ബിക്കംസ് എ റിയൽ ബെയർ. ശരിക്കും ഒരു കരടിയെ പോലെയാണ് അവർ ആ സമയത്ത് അത്തരത്തിലുള്ള ആളുകളോട് പെരുമാറാറ്. ഷീ ഹാഡ് സെഡ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈ ടു ടോക്ക് ഗ്രാൻഡ്മ ഇൻടു ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ. ബാസ്കറ്റ്ബോൾ കളിയിൽ ഞാൻ നല്ലൊരു ഫോർവേഡ് ആയത് കാരണം ഒരിക്കൽ എൻ്റെ കോച്ച് തോംസൺ എൻ്റെ ഗ്രാൻഡ്മയോട് സംസാരിച്ചു എന്നെ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേർക്കുന്നതിനെ കുറിച്ചിട്ട്. ബട്ട് ഗ്രാൻഡ്മ സെഡ് നോ. ഗ്രാൻഡ്മ എന്ത് പറഞ്ഞു? പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്തായിരിക്കും? വി നോ ദാറ്റ് മാർത്താസ് ഫാമിലി വാസ് വെരി പുവർ. ദേ കുഡന്റ് മീറ്റ് ദി എക്സ്പെൻസ്. സോ ദാറ്റ് മേ ബി ദ റീസൺ മാർത്താസ് ഗ്രാൻഡ് മദർ സെഡ് നോ, ഷീ കനോട്ട് ജോയിൻ ദ ബാസ്കറ്റ്ബോൾ ടീം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. കഥയുടെ ബാക്കി ഭാഗം പാർട്ട് 2 നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇത്രയും പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ടേക്ക് കെയർ. ബൈ.